ഞാൻ നിങ്ങളുടെ ബേബി. വെൽക്കം ടു മൈ ചാനൽ ബേബീസ് ടേസ്റ്റ് ഹട്ട്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബിരിയാണിയാണ്, ബീഫ് ബിരിയാണി. സാധാരണ എല്ലാവരും ഒത്തിരി പേര് ബീഫ് ബിരിയാണി ചെയ്യുന്നുണ്ടാവും. പക്ഷെ എനിക്ക് കുറച്ച് റിക്വസ്റ്റ് വന്നിട്ടാണ്. ബിക്കോസ് ഞാൻ സാധാരണ എൻ്റെ വീട്ടിൽ വന്നിട്ട് ചെയ്ത് കൊടുത്തതിൽ കുറച്ച് പേർക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു റെസിപ്പിയാണ് എൻ്റെ ബീഫ് ബിരിയാണി. അതാണെന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടും ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. ഇന്നത്തെ റെസിപ്പിയായ ബീഫ് ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് ഗാർണിഷ് ചെയ്യാനുള്ള ഓണിയനും കാഷ്യൂസും കിസ്മിസൊക്കെ കൂടെ റോസ്റ്റ് ചെയ്ത് മാറ്റാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രൈയിങ് പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. ഇനി അതിനകത്തേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചൊരു സവാള, കുറച്ച് ഉപ്പിട്ടിട്ട് ഞാൻ നേരത്തെ തിരുമ്മി വെച്ചിരുന്നു, അത് നമ്മളെടുത്ത് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ അതിലെ വെള്ളം നമുക്ക് മാറ്റി കിട്ടാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെറിയ സമയത്ത് തന്നെ അത് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ സവാളയും കാഷ്യൂസും കിസ്മിസും എല്ലാം ഞാൻ ഇതേപോലെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ആ ബീഫിനുള്ള മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു ഫ്രൈയിങ് പാനിനകത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുകയാണ്. അതിനകത്തേക്ക് ഞാൻ 1 കിലോ അരിക്കും 1.5 കിലോ ബീഫാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഏകദേശം ഒരു 1.5 കിലോ സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് ഞാൻ അതിനകത്തേക്ക് ഇടുകയാണ്. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചതച്ച വെളുത്തുള്ളി, 3 ടേബിൾ സ്പൂൺ ചതച്ച ഇഞ്ചി. ഈ പച്ചമുളകിലാണ് ഇതിൻ്റെ മുഴുവൻ എരി നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഏകദേശം ഇവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ എരിവിൻ്റെ അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ നിങ്ങൾക്ക് ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അതിന് പാകത്തിനുള്ള ഉപ്പിടുക. ഈ ഇട്ടിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചപ്പ് മാറുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റണം. അതിൻ്റെ കൂട്ടത്തിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുകയാണ്. ഇനി നമുക്കിത് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാം. 2-3 മിനിറ്റ് അത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ഒന്നിട്ട് ഇളക്കുകയാണ്. നന്നായി ഒന്നിട്ട് ഇളക്കിയതിന് ശേഷം ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പുതിനയില അരിഞ്ഞതും കൂടി ചേർത്തൊന്ന് ഇളക്കുകയാണ്. പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി വീണ്ടും 2 മിനിറ്റ് കൂടെ തന്നെ അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇപ്പോൾ നന്നായി വഴണ്ടിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ലെമണിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതെല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് കച്ചോലം, ഗ്രാമ്പു, 3-4 കഷ്ണം പട്ട, അതേപോലെ തന്നെ വെള്ള കസ്കസ്, ഇങ്ങനെയെല്ലാം കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കുകയാണ്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന 1.5 കിലോ ബീഫ് ഇടാൻ പോവുകയാണ്. ഇനി നന്നായിട്ട് ഈ നമ്മളിട്ടിരിക്കുന്ന ബീഫുമായിട്ട് നന്നായി ഇളക്കി ചേർക്കണം. നേരത്തെ നമ്മൾ ബാക്കിയുള്ള മസാലയ്ക്കുള്ള ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഇതിനും കൂടെ വീണ്ടും ഉപ്പിടുക. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 ടേബിൾ സ്പൂണും കൂടെ ഉപ്പ് ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബീഫ് ഒരു കുക്കറിനകത്തേക്ക് മാറ്റിയിട്ട് അതിനകത്തിട്ടിട്ടാണ് വേവിക്കാൻ പോകുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. ഏകദേശം ആദ്യം തന്നെ തീ കൂട്ടി വെച്ചിട്ട് പിന്നെ ചെറിയ തീയിൽ കുറഞ്ഞത് ഒരു 6-7 വിസിലെങ്കിലും വേണ്ടി വരും, എന്നെങ്കിലേ നന്നായിട്ടത് വെന്ത് കിട്ടുകയുള്ളൂ. ഇനി ഞാൻ കുക്കർ അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റുവാണ്. ഇനി നമ്മൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട പാത്രം ഇപ്പുറത്തെ അടുപ്പത്ത് വെക്കുകയാണ്. അതിലേക്ക് ഞാൻ അരി നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നന്നായി നെയ്യ് കൂട്ടുന്നവരാണെങ്കിൽ എത്ര നെയ്യ് വേണമെങ്കിലും ഒഴിക്കാം. അതിനകത്തേക്ക് ഈ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 4 കപ്പ് റൈസാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്, കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടൊന്ന് വഴറ്റാൻ പോവാണ്. ഈ അരിയിലേക്ക് 1-2 കഷ്ണം പട്ടയും ഗ്രാമ്പും ഏലക്കയെ കൊണ്ട് ചേർത്ത് ഇളക്കുകയാണ്.
ഏകദേശം ഒരു 3 മിനിറ്റ് ഇതൊന്ന് നന്നായി ഒന്ന് ഈ നെയ്യിലൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഈ അരിയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു മെഷർമെൻറ്റ് കപ്പിൽ 4 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് ഞാൻ 8 കപ്പ് ഇരട്ടി വെള്ളമാണ് എടുക്കുന്നത്. 8 കപ്പ് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കാൻ പോണത്. നമ്മൾ ഇനി ചോറിന് വേണ്ട ഉപ്പിടണം. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇടുന്നുണ്ട്. കൂടാതെ കുറച്ച് മഞ്ഞ നിറം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. അത് വേണ്ടുന്നവർക്ക് ഇട്ടാൽ മതി. ഇനി കളർ വേണ്ട എന്നുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. ഇനി അരി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ചെറിയ തീയിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ ഇതാ വെള്ളം മുഴുവൻ പറ്റിയിട്ടില്ല, മുഴുവനായിട്ട് വെന്തിട്ടില്ല. അപ്പോൾ അതൊന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ കണ്ട ഒട്ടും വെള്ളമൊന്നുമില്ല, കണ്ടോ അടിയിലൊന്നും പിടിച്ചിട്ടുമില്ല, ഒട്ടും വെള്ളമില്ല, ഒന്നും തൊടാതെ വണ്ണം നല്ലതുപോലെ നമ്മൾ റൈസ് വെന്തിട്ടുണ്ട്. ഞാനിത് നന്നായി വെന്തിട്ടുണ്ട്. നമ്മൾ അടച്ച് മാറ്റി വയ്ക്കാൻ പോവാണ്. ഇനി മസാല എന്തായി നോക്കാം. ഇത് നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ചത് കൊണ്ട് കുറച്ച് ഗ്രേവി ടൈപ്പായിട്ടാണ് ഇരിക്കുന്നത്. അത് കണക്കാക്കണ്ട. ഒന്നാമത് ബീഫ് കുറച്ച് നല്ല നെയ്യുള്ള ബീഫും ആയിരുന്നു, അത് നല്ലത് ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഈ ഗ്രേവി നന്നായിട്ട് ഇനി പറ്റിക്കാനൊന്നും ഇരിക്കണ്ട. ബിക്കോസ് നമ്മളത് ആദ്യം പാത്രത്തിനടിയിൽ വെച്ചിട്ട് മുകളിൽ റൈസ് ഇട്ട് വെക്കുമ്പോഴത്തേക്കും കുറച്ച് നേരം ചെറിയ തീയിൽ വെച്ച് വരുമ്പോൾ ഈ ഗ്രേവി കറക്റ്റായിരിക്കും. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു 7 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഓരോ ബീഫിൻ്റെ വേവ് അനുസരിച്ചിരിക്കും കേട്ടോ, അതും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ മസാല ആദ്യം തന്നെ പാനിൻ്റെ അടിയിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ റൈസ് സെറ്റ് ചെയ്യാൻ പോവാണ്. എനിക്ക് ഈ കുക്കർ ഇത്തിരി ഹെവി ആയതുകൊണ്ട് പൊക്കാൻ വയ്യാത്തതുകൊണ്ട് എൻ്റെ മോനാണ് ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മസാല ഒഴിച്ചു കഴിഞ്ഞു. ഇത് കാണുമ്പോൾ കുറച്ച് ഗ്രേവി ടൈപ്പായിട്ട് തോന്നും, പക്ഷെ അത് ആ ബീഫിൻ്റെ നെയ്യെല്ലാം കൂടിയാണ്. റൈസ് ഇട്ട് കഴിയുമ്പോൾ അത് കറക്റ്റായിരിക്കും. നമ്മളിനി അതിൻ്റെ മുകളിലേക്ക് ഒന്നൊന്ന് തൊടാതെയുള്ള ചോറാണ് കിട്ടുക. അതിന് നമ്മൾ റൈസ് എല്ലാ ഭാഗത്തേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിടുകയാണ്. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ എല്ലാം നന്നായി ഫില്ല് ചെയ്തു. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഗാർണിഷ് ചെയ്ത് വെച്ച ആ ഒണിയനും കാഷ്യൂവും കിസ്മിസും എല്ലാം കൂടി ഇടുകയാണ്. അതിനകത്ത് കുറച്ച് ഫ്രഷ് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമ്മൾ ചെറിയ തീയിൽ കുറച്ച് നേരം അടച്ച് വേവിക്കാൻ പോവാണ്. ഇനി ഇതിന് നമ്മൾ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതിനയുടെ ചട്നിക്ക് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ ഒരു 10-15 പുതിനയുടെ ഇലയും ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഉപ്പും ചേർത്തിട്ട് ഞാനൊന്ന് അരച്ചിട്ട് വരാം. ഇപ്പം ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള തൈരും കൂടെ ചേർത്തിട്ട് ഇളക്കി നമ്മൾ പുതിന ചട്നി റെഡിയായി. ഇതേപോലെ തന്നെ കുറച്ച് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള ചെറുതായി അരിഞ്ഞത്, അതിനകത്തേക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ടു, ഒരു 1-2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇടുന്നുണ്ട്. അതിനകത്തേക്ക് ഒരു കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും പിന്നെ സാലഡിന് വേണ്ട തൈരും കൂടെ ഒഴിക്കും. തൈരൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതാക്കുക. ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കുകയാണ്. കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടിട്ട് എന്നോട് കുറച്ച് പേര് കമൻറ്റ് ചോദിച്ചതാണ്, കിച്ചൻ്റെ ഗ്രാനൈറ്റിൻ്റെ കളർ ബ്രൗൺ കളറായിരുന്നല്ലോ, ഇതെന്താണ് 1-2 വീഡിയോയിൽ കിച്ചൻ്റെ ഗ്രാനൈറ്റ് ബ്ലാക്ക് എന്ന്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഷൂട്ടുകൾ എടുത്തതും ഇന്നത്തെ ഈ ഷൂട്ട് എടുക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് അവിടെയുള്ള വീട്ടിൽ നിന്നാണ് ഈ ഷൂട്ട് എടുക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ബിക്കോസ് സബ്സ്ക്രൈബേഴ്സ് ഓരോ കാര്യങ്ങൾ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ നമ്മൾ സാലഡും പുതിന ചട്നിയും റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ ബിരിയാണി നമ്മളിതാ തുറന്ന് നോക്കുകയാണ്. ഏകദേശം ഒരു 4-5 മിനിറ്റും കൂടെ ചെറിയ തീയിൽ വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ തുറന്നത്. ഇപ്പം നമ്മളെ സൂപ്പർ ടേസ്റ്റി ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അധികം നെയ്യൊന്നും യൂസ് ചെയ്തിട്ടില്ല. കാര്യം കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് നോക്കുന്നുകൊണ്ടാണ്. ഇനി ഒത്തിരി നെയ്യ് വേണമെന്നുള്ളവർക്ക് നെയ്യോ ഡാൽഡിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. ഇത് കണ്ടില്ലേ, ഒന്നും തൊടാതെ പോലെ തന്നെ നമുക്ക് റൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നേരത്തെ നല്ല ഗ്രേവി പോലെയാണ് മസാല ഇരുന്നത്, പക്ഷേ അതെല്ലാം പറ്റിയിട്ട് കറക്റ്റ് അത്രയെങ്കിലും ആയിരുന്നെങ്കിലേ ഉള്ളൂ നമുക്ക് കുറച്ച് നല്ല ജ്യൂസി ആയിട്ടുള്ള മസാല കിട്ടുള്ളൂ. ഫ്രണ്ട്സ്, നല്ല സ്മെല്ലുണ്ട് കേട്ടോ ബിരിയാണിയുടെ. ഭയങ്കരമായിട്ട് ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. നല്ല ആവി പറക്കുന്ന ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണിയും നല്ല പുതിന ചമ്മന്തിയും സാലഡും റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.